അയ്യ വണക്കം, ഹാപ്പി മൺഡേ. ഉണ്ട് ഇന്നും ഒരുപാട് വാർത്തകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ സുഡാപ്പികളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത ഇന്നു മുതൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് കൾച്ചറില്ലാത്ത കൾച്ചറൽ മിനിസ്റ്ററും വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ കിടന്ന് ചകട നടത്തുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും തെറിവിളിയാണ് രണ്ട് മന്ത്രിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടത്തുന്നത്. ആദ്യം സുഡാപ്പികളെ കിടുകിട വിറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സുഡാപ്പിയുടെ ഇന്നു മുതൽ ഭാരതീയ ന്യായ സംഹിതയാണ്. അതായത് രാജ്യദ്രോഹത്തിനും ഭീകരവാദ പ്രവർത്തനത്തിനും പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി മുതൽ സൗത്ത് റിമെയിൻസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഡിജിറ്റൽ മീഡിയയിൽ അവിടെ എവിടെയും കുത്തി കുറിച്ച് കഴിഞ്ഞാൽ തന്നെയും മൂലവും പൂരാടവും ഒന്നാവും എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഭാരതീയ ന്യായ സംഹിതയിലെ 113 വകുപ്പ് പ്രകാരം രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, രാജ്യസുരക്ഷ, ഐക്യം എന്നിവ ചോദ്യം ചെയ്യണ്ട. അത് ചോദ്യം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചാൽ തന്നെയും അണ്ടം കീറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ പഴയ IPC പ്രകാരം 124 വകുപ്പായിരുന്നു രാജ്യദ്രോഹം എന്ന് പറയുന്നത്. ആ രാജ്യദ്രോഹം എടുത്ത് മാറ്റിയപ്പോൾ ഇവിടെ കിടന്ന സുഡാപ്പികളല്ല എന്തൊരു ബഹളമായിരുന്നു. ബഹളവും നിലവിളിയും അമ്പൊമ്പോ ഭയങ്കരമായിട്ടുള്ള ആഘോഷമായിരുന്നു. അത് അതിലും ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? അതിലും ശക്തമായിട്ടുള്ള രീതിയിൽ 152 വകുപ്പായിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിഭീകരമായിട്ടുള്ള ഒരു വകുപ്പാണ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഇപ്പൊ തന്നെ മീഡിയ ഫണ്ടൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെച്ച് തുടങ്ങി. ഇത് ഇങ്ങനെയൊക്കെ വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? അയ്യോ, അപ്പൊ പിന്നെ വായ തുറക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മീഡിയ ഫണ്ടൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, 3ാം നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. നിങ്ങൾ അടികൊള്ളും എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പുറത്തടി വന്ന് വീഴുന്നിരിക്കും എന്നുള്ളതാണ് 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്ത് കഴിഞ്ഞാലും നമുക്ക് അടുത്ത വാർത്തയിലോട്ട് പോകാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ സജി ചെറിയാനും തമ്മിലുള്ള ഫൈറ്റാണ്. കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി. സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ, വിദ്യാർത്ഥി സമൂഹത്തിന് ഇപ്പൊ പശു ഏതാ പോത്ത് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നാണ് വിദ്യാർത്ഥി സമൂഹത്തിനെ കുറിച്ച് നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാനും വായിക്കാനും പോലും അറിഞ്ഞൂടാ എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നും സജി ചെറിയാൻ വച്ച് കീച്ചിരിക്കുകയാണ്. ഇതോടുകൂടി നാട്ടിലെ സകലമാന കേസുകാരും ചാടിത്തുള്ളി എണീച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. പോരാത്തതിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് എവിടെയോ കയറി കൊണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തിനാണ് കയറിക്കൊള്ളണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അദ്ദേഹം പരിണിത പ്രജ്ഞനാണ്. പണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, ഈ ശിവൻകുട്ടിക്ക് എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയാവാനുള്ള യോഗ്യത എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, അത് കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. SFI ആണ് എൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, അതാണടാ അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് യാതൊരുവിധ കാര്യമില്ലെന്ന് മനസ്സിലാവുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു. അതുകൊണ്ട് SFIയിൽ പ്രവർത്തിച്ചു വന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന് വിദ്യാർത്ഥികളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാവുന്നത് കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ പല ട്രോളന്മാരും പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും 10ാം ക്ലാസ്സും ഗുസ്തിയാണ്, അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ എന്ന് ദോഷൈക ദിക്കുകൾ പറയുന്നത് കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പ്രതികരിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഒരു പരിണിത പ്രജ്ഞ ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, ഒരുങ്ങിയിറങ്ങിയ ശിവൻകുട്ടി അണ്ണനെ കണ്ടാൽ ആവനാടിയിലെ മമ്മൂട്ടിയാണെന്നേ ആരും പറയൂ എന്നുള്ളത് വേറൊരു കാര്യം. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം കേട്ട് പല സമയത്തും ഞാൻ കോരി തരിച്ചിട്ടുണ്ട് എന്നുള്ളത് അടുത്തൊരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രാവീണ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. പക്ഷേ അദ്ദേഹം ജനറൽ നോളജിലൊക്കെ അദ്ദേഹം അതിഭീകരമായിട്ടുള്ള പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർത്ത് കളയാം. നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങളല്ലേ? 23 സംസ്ഥാനങ്ങൾ ആണാ? 56 ആണ്? അതേ 48 ആണ്? എന്തായാലും അത് പോട്ടെ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇങ്ങനെ സജി ചെറിയാൻ പറഞ്ഞതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പറയുന്ന എല്ലാം പച്ച കള്ളമാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും വച്ചടി കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നുമില്ലേ, ആ സിനിമയിൽ നമ്മുടെ പപ്പുവും ജഗതിയും കൂടെ വന്നിരുന്ന് അടികൂടും പോലെയാണ് രണ്ടും കൂടെ കിടന്ന് അടികൂടുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് മുഴുവൻ തകർന്ന് തരിപ്പടമായി കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, സിമന്റ് ഞാട്ടത്താൽ കോസ്റ്റ്ലി ഇൻ ഇന്ത്യ ലാട്ട് ഓഫ് സിമന്റ് കമ്പനീസ് ദേർ, AC സിമന്റ്, BC സിമന്റ്, ശങ്കർ സിമന്റ്, DISU സിമന്റ്, INTU സിമന്റ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം കിടന്ന് പൊടിച്ചു വാരിയത് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ നമുക്ക് സജി ചെറിയാനിലോട്ട് വരാം. സജി ചെറിയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണഘടനയിലെ പ്രാവീണ്യം അത് പ്രധാനമായിട്ടും നമ്മൾ
എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞൊരു മന്ത്രിയാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഭരണഘടനയെ മാത്രമല്ല അപമാനിച്ചത്, ഭരണഘടന എഴുതിയ നമ്മുടെ നവരാഷ്ട്ര ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറെയും സജി ചെറിയാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലാണെന്നാണ്. അതായത് ഭരണഘടന എഴുതിയ ആളുടെ കൂടെ കുഴപ്പമാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിനെക്കുറിച്ച് അന്ന് ആരും പറഞ്ഞു കേട്ടില്ല. അതെന്തുകൊണ്ടാണ്? സജി ചെറിയാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളാണിത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണന്റെ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ സജി ചെറിയാനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അന്ന് വലിയ രീതിയിൽ ശിക്ഷിക്കേണ്ടി വന്നത്. ശിക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പരസ്യ ശാസനയൊക്കെ കൊടുക്കുമെന്ന്. കാരണം അതാണല്ലോ ഗംഭീര ശിക്ഷ എന്ന് പറയുന്നത്. കാരണം PK ശശിയെ പ്രൊമോഷനോടുകൂടെ തിരിച്ച് പാർട്ടിയിലെടുത്താണല്ലോ. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അതായത് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സജി ചെറിയാനെ മന്ത്രിസ്ഥാനം രാജിവയ്പ്പിക്കുകയും പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും പിന്നെ MLA സ്ഥാനമാണല്ലോ അദ്ദേഹത്തിനുള്ളത്. MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ആവശ്യമായിരുന്നു. പക്ഷേ ഒരുവിധം കടിച്ചു പിടിച്ച് നിന്ന് MLA സ്ഥാനത്ത് നിർത്തുകയും അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പ്രൊമോഷനോടുകൂടി ഫിഷറീസ് മിനിസ്റ്ററും കൾച്ചറൽ മിനിസ്റ്ററുമായിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഭരണഘടനയെ അപമാനിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റിയ വകുപ്പ് തന്നെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ മാത്രമല്ല, അദ്ദേഹം യൂത്തിന്റെ കൂടെ മിനിസ്റ്ററാണ്. കാരണം യൂത്തിന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം യൂത്തിന്റെ മിനിസ്റ്റർ കൂടെ ആയത് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് അവിടെ നിൽക്കട്ടെ. പിന്നെ സജി ചെറിയാന്റെ വേറൊരു ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം പക്ഷേ സജി ചെറിയാൻ ഒന്ന് കൈപൊള്ളി കേട്ടോ. കാരണം ആ പ്രസംഗം സജി ചെറിയാൻ കൈപൊള്ളുകയും ചെയ്തു. സജി ചെറിയാൻ ആരും മാപ്പ് പറയുക പോലും ചെയ്യേണ്ട, അതിനു മുമ്പേ വന്ന് സാഷ്ടാംഗം ലേലു വല്ലു അഴിച്ചുവിടുക എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ പ്രസംഗം വേറൊന്നും ഞാൻ കുറച്ചല്ല, മുസ്ലിം ആരാധനാലയത്തിലെ അതായത് പള്ളിയിലെ വാങ്കുവിളിയെ കുറിച്ചുള്ളതായിരുന്നു. സജി ചെറിയാൻ ഞെട്ടി പൊട്ടിത്തെറിച്ചു, വിറച്ചു, ഇറങ്ങി ഓടി. നമ്മുടെ ഉദയനാണ് താരത്തിൽ പറയുന്നത് പോലെ ഈ ഷോട്ട് ശരിയായാൽ മറ്റേ അവണ്ടല്ലോ സരോജ് കുമാർ, അവൻ ഞെട്ടും വിറയ്ക്കും ഇറങ്ങി ഓടും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സജി ചെറിയാന്റെ കാര്യം എന്ന് പറയുന്നത്. വാങ്കുവിളിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശേഷം സജി ചെറിയാൻ ചാറ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പോരാത്തതിന് അതിനകത്ത് സജി ചെറിയാൻ പറഞ്ഞത് സൗദി അറേബ്യയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളായിരിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പള്ളിയിൽ നിന്നൊരു വാങ്കുവിളി പോലും പുറത്തു വരുന്നില്ല എന്ന്. പറയേണ്ട താമസം ഇവിടെയുള്ള സുഡാപ്പികളെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് പിഴിഞ്ഞ് നേരെ അശയിലോട്ട് അങ്ങോട്ട് വിരിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സജി ചെറിയ ആരും പറയാതെ ലേലു വല്ലു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ചരിത്രവുമുണ്ട്. അത് വേറൊരു കാര്യം. ഞാൻ ഈ സൗദി അറേബ്യ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അപ്പോൾ ഞാൻ പോയടുത്ത് ഒരിടത്ത് ബാങ്ക് കൂടി കണ്ടു. ഇതൊക്കെ പറഞ്ഞ വിവാദമാകുന്നതുകൊണ്ട് ഞാനൊന്നും മിണ്ടായിരിക്കടുത്ത് എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളോട് വന്ന ആളോട് ചോദിച്ചത് ഇവിടെ നീ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നില്ല, ഇവിടെ പള്ളിയെല്ലാം അടുത്തെടുക്കും. അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തി പോയി. കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്. പക്ഷേ പബ്ലിക്ലി ന്യൂസൻസ് ആണ്, അത് പാടില്ല, അതാണ് നിയമം. പക്ഷെ എല്ലാവർക്കും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഞാനവിടെ ഈ ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ ഒരു സ്ഥലത്ത് പോയി. എല്ലാം കൂടി ചേർന്നൊരു പ്രത്യേക സ്ഥലമാണ്. 100 കണക്കിന് പള്ളി, ലോകത്തുള്ള എല്ലാ പള്ളികളും ഉണ്ട്. ഇത്ര സ്വാതന്ത്ര്യത്തിൽ അവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എല്ലാം അകത്താണ്. ഒരു മൈക്ക് ഞാൻ പുറത്ത് കേട്ടില്ല. ഇവിടെ കാണുവാണെങ്കിൽ ഒരു പള്ളിയുടെ പരിസരത്തോട് സഞ്ചരിക്കാൻ പറ്റും. മൈക്ക് കൊണ്ട് വെച്ച് അടിച്ച് ദൈവത്തെ അങ്ങോട്ട് ഇറക്കി നാട് മുഴുവൻ വിടുക. പിന്നെ സജി ചെറിയാനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ചില വിചക്ഷണന്മാർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സജി ചെറിയാനെ ഞങ്ങൾക്ക് SFI കാലം മുതൽ തന്നെ അറിയാമായിരുന്നു. സജി ചെറിയാൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. സജി ചെറിയാൻ SFIയിൽ പ്രവർത്തിക്കുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് കൂടുതലും സമുദായ നേതാക്കളുമായിട്ടായിരുന്നു അതിഭീകരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നത്. അടിയിൽ കൂടെ കോൺഗ്രസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ MA ബേബി ഐസക്കൊന്നും അങ്ങനെ അല്ലായിരുന്നു. MA ബേബിയും ഐസക്കും ഒക്കെയും അവിടെ നിന്നാണ് വളർന്നു വന്നതെങ്കിലും അവർക്ക് കൂടുതലും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് അടുപ്പം. പക്ഷേ ഇവിടെ സജി ചെറിയാൻ
കൂടുതലും സമുദായ നേതാക്കളുമായിട്ടായിരുന്നു അടുപ്പം എന്നായിരുന്നു അവർ പറയുന്നത്. പിന്നെ പോരാത്തതിന് അവർ പറയുന്നത് സജി ചെറിയാനെ പോലെയുള്ളവർ പാരമ്പര്യമുള്ള ക്രൈസ്തവ സാമൂഹ്യ വിഭാഗത്തിൽ നിന്നാണ് വന്നത്. മാർക്സിസത്തെക്കാൾ അവർക്ക് സമുദായ നേതൃത്വവുമായി അടുപ്പമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാവാം അദ്ദേഹം പുതിയ കാലത്ത് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വളരെ പെട്ടെന്ന് ഉയർന്നു വന്നത്. പൗരസമൂഹത്തിന് പകരം പൗരപ്രമുഖ സമൂഹ സങ്കല്പം ഇന്ന് CPM പാർട്ടി തന്നെ അംഗീകരിച്ച ഒന്നാണല്ലോ എന്ന് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ഓന്റ് ഗോവിന്ദൻ മാഷിന്റെ ആ ഒരു ചടുലതയോടുകൂടി പല നിരീക്ഷകന്മാരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുന്നു ഓ ഇതായിരുന്നല്ലേ കാര്യം. പക്ഷെ എന്താണെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാണ് സജി ചെറിയാന്റെ പ്രസ്താവനകളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും സജി ചെറിയാൻ ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ്, സജി ചെറിയാൻ ഇപ്പോൾ കൾച്ചറൽ വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടാതെ, കാരണം ഇപ്പോൾ CPM മൊത്തം അടിയാണല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. CPM മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലോട്ട് വന്നാൽ നമ്മുടെ മേറൂട്ടിയെ എടുത്ത് ഉടുക്കുന്നു. മേറൂട്ടിയുടെ പെരുമാറ്റം ശരിയല്ല എന്നാണ് അവിടെ പറയുന്നത്. നേരെ ആലപ്പുഴയിലോട്ട് ചെന്ന് കഴിഞ്ഞാലോ ഗോവിന്ദൻ മാഷിനെ ആണെങ്കിൽ വെള്ളാപ്പള്ളിയെ നിങ്ങൾ വിമർശിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മാഷിന്റെ കൂപ്പിനിട്ടാണ് അവിടെ സഖാക്കന്മാർ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് നേരെ പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തോമസ് ഐസക്കിനെ എടുത്ത് ഉടുക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അവിടുത്തെ സഖാക്കന്മാർ തോമസ് ഐസക്കിനെതിരെ പോസ്റ്റ് ഇടുന്നു, തോമസ് ഐസക്കിനെ എടുത്ത് ഉടുക്കുന്നു, തോമസ് ഐസക്കിനെ പോലെ ഒരു വേട്ടാവളിയെ ലോകത്തില്ല എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗോവിന്ദൻ മാഷിനെയും പിണറായിയെ ഒരുമിച്ച് എടുത്തെടുക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയനെ തലങ്ങും വിലങ്ങും അച്ചാമ്പുച്ച എടുത്തിട്ട് അലക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ സീതാറാം യെച്ചൂരിയാണല്ലോ ഈ അലക്കുന്നത്, അറിയാലോ, അലക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രാവീണ്യമുണ്ട്. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. വീണ ജോർജിനെതിരെ ആരോപണം വരുന്നു, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആരോപണം വരുന്നു. പണ്ട് പാർട്ടി എന്ന് പറയുന്നത് സഖാക്കന്മാർ എന്ന് പറഞ്ഞാൽ കേൾക്കും, മുകളിലിരിക്കുന്ന നേതാക്കന്മാർ പറയും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പോ അണികൾ പറയും, അല്ലെങ്കിൽ ഇവിടെയുള്ള സഖാക്കന്മാർ പറയും നിങ്ങൾ കേട്ടോണം എന്ന രീതിയിലേക്ക് പാർട്ടി ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. പോരാത്തതിന് ഇന്നലെ മെനങ്ങാന്ന് ഓണം തോന്നുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റോ എന്നൊരു പ്രസ്താവന ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയല്ല, പ്രഭാകര എന്നാണ് മുഖ്യമന്ത്രി നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നീയൊക്കെ രണ്ടും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടികൂടി കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഗതി എന്താവും എന്ന് ആലോചിച്ച് തലേ കൈവച്ചിരിക്കുകയായിരിക്കും ബാക്കിയുള്ള സഖാക്കന്മാരും നേതാക്കന്മാരും എല്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവി ഇത് പുറത്ത് കിടന്ന് അടികൂടല്ലേ, അകത്ത് പോയി കിടന്ന് എങ്ങനെ വേണമെങ്കിലും അടികൂടിക്കോളൂ. അടികൂടുന്നതിൽ പ്രത്യേക പ്രാവീണ്യമുള്ള ഒരു മന്ത്രിയാണ് നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിയമസഭയിലെ മുണ്ടുപറിച്ചടി അത്രയ്ക്ക് പ്രസിദ്ധമാണല്ലോ. അകത്ത് പോയി കിടന്ന് നിങ്ങൾ തല്ലുകൂടെ കടിച്ചു പറയുകയെ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നാണ് നാട്ടുകാരും പറയുന്നത്. ദേവി ഇത് പുറത്ത് കിടന്ന് വേണ്ട. പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞു നിർത്താനായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് എഴുതാനും വായിക്കാനും പോലും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് A+ പിള്ളേർക്ക് വാരി കോരി കൊടുക്കുകയാണ്. 69,000 പിള്ളേർക്കാണ് A+ വാരി കോരി കൊടുത്തത്. സ്വന്തം പേരും രജിസ്റ്റർ നമ്പർ പോലും എഴുതാൻ അറിഞ്ഞുകൂടാത്ത, അത് കൂട്ടി വായിക്കാൻ അറിയാത്തവന്മാർക്കാണ് A+ ഒക്കെ വാരി കോരി കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ഷാനവാസ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഷാനവാസ് അണ്ണൻ അത് പറഞ്ഞപ്പോൾ ഷാനവാസ് അണ്ണന്റെ ആസനത്തിൽ കൂടെ കുന്തം കെട്ടി അണ്ണനെ പറപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് സജി ചെറിയാൻ പറഞ്ഞപ്പോൾ മന്ത്രി കൃത്യമായിട്ട് പഠിക്കാതെയാണ് പറയുന്നു എന്ന് തോന്നുന്നു. ഞാൻ മന്ത്രിയുമായിട്ട് സംസാരിക്കാം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിന്റെ എല്ലാ സൂചികളും നമ്പർ 1 ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വെച്ച് തള്ളിയിരിക്കുന്നത്. നമ്പർ 1 ആവും, എങ്ങനെയാണ് ആവാതിരിക്കുന്നത്? കാരണം എല്ലാ പിള്ളേർക്കും A+ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 ആവാതെ കേന്ദ്രം നോക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ പിള്ളേർക്കും A+. അപ്പോൾ കേന്ദ്രം പറയും കിട്ടുണ്ണി ഈ സെൽഫ് ആൻഡ് BA എന്നാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കേന്ദ്രം അത് എഴുതി തരുന്നതാണ്. അല്ലാതെ നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് കേന്ദ്രമേ. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.